നമ്മൾ കണക്ക് കൂട്ടുന്നതിന് വേണ്ടി വളരെ ഈസി ആയിട്ട് ഇപ്പോൾ മൊബൈൽ ഫോണിലെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോന്നും കണക്ക് കൂട്ടി വെക്കുക. എന്നാൽ നമ്മുടെ കാൽക്കുലേറ്ററിനകത്ത് ഒരു കിടിലൻ ട്രിക്കുണ്ട്. നമ്മളെല്ലാവരും കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നവരാണ്, നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ അപ്പോൾ ഈ കാൽക്കുലേറ്ററിനകത്ത് നമുക്കൊരു രഹസ്യമുണ്ട്. ആ രഹസ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. കാൽക്കുലേറ്ററിനകത്തുള്ള ഒരു രഹസ്യം പരിചയപ്പെടുത്തുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണെന്ന് ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ സെക്കൻഡ് ചാനലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനലിലെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. നമുക്ക് അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനാണ്. എല്ലാവർക്കും കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഒരു ഡിജിറ്റ് പാസ്വേഡ് നമ്മൾ നൽകണം. അപ്പോൾ ഞാനൊരു 4 അക്ക പാസ്വേഡ് നൽകുകയാണ്. എന്നതിന് ശേഷം താഴെ കാണുന്ന ഭാഗത്തുള്ള സമം എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം വീണ്ടും ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതേ പാസ്വേഡ് കൺഫേം ചെയ്യുക. വീണ്ടും നമ്മൾ ആ സമം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ അകത്തേക്ക് ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. തുറന്നു വരുന്ന പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്തേക്ക് വീണ്ടും പ്രവേശിക്കാനുള്ള ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. തുടർന്ന് നമുക്ക് ഇതുപോലെ ഇന്റർഫേസ് കാണും. ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിനി കാൽക്കുലേറ്റർ ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ നമുക്കിനി എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും എനിക്ക് ഇതുപോലെ ഗുണിക്കാനും അതുപോലെ ഹരിക്കാനും ഒക്കെ സാധിക്കും. അപ്പം ഇനി എന്താണ് ഈ ആപ്ലിക്കേഷനകത്തുള്ള, അതായത് ഈ കാൽക്കുലേറ്ററിനകത്തുള്ള രഹസ്യം എന്ന് നോക്കാം. നമ്മൾ നേരത്തെ നൽകിയിരിക്കുന്ന പാസ്വേഡ്, അതാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത്. ആ ഒരു പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നതിനുശേഷം താഴെ കാണുന്ന ഭാഗത്തുള്ള സമം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നൽകിയിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആൻസർ നൽകാം. നിങ്ങളുടെ ബർത്ത് പ്ലേസ് എവിടെ നിന്നാണ്. ഞാനിവിടെ തൽക്കാലം ജസ്റ്റ് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ആ ഒരു ആൻസർ നൽകി കൊടുത്താൽ മതി. നമുക്കൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് ഇതുപോലെ വരും. ഇവിടെ നമുക്ക് താഴെ കാണുന്ന ഭാഗത്ത് നെവർ ഷോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും നെവർ ഷോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കണം. നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഇമെയിൽ അഡ്രസ്സെല്ലാം ഇവിടെ കാണാം. ജസ്റ്റ് ഒരു ഇമെയിൽ കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുകയാണ്. ശേഷം സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ അകത്തേക്ക്, അതായത് ഈ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ അകത്തേക്ക് നമ്മൾ ഓപ്പൺ ആയി വന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഫോട്ടോസ്, വീഡിയോസ്, ഫയൽസുകളൊക്കെ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാനാണ് ഈ ഒരു കാൽക്കുലേറ്ററിനകത്ത് സാധിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ, ഇപ്പം ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആർക്കും തിരിച്ചറിയാനാകാത്ത രീതിയിൽ ഒരു കാൽക്കുലേറ്ററാണ്. നമുക്കിവിടെ വെച്ചുകൊണ്ട് കണക്ക് കൂട്ടാനും എല്ലാം സാധിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ നൽകിയിരിക്കുന്ന ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ഇവിടെ സമം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ഒരു ആപ്ലിക്കേഷൻ അകത്തേക്ക് ഓപ്പൺ ആകും. ഇവിടെ ഈ പിക്ചേഴ്സ്, വീഡിയോസ്, ഫയൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിലേക്ക് ഓഡിയോസ്, വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ പ്രത്യേകം സെലക്ട് ചെയ്തെടുത്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ തൽക്കാലം കാണിച്ചു തന്നതിന് വേണ്ടി ഒരു പിക്ചർ എടുക്കുകയാണ്. പിക്ചർ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തു, ടിക്ക് മാർക്ക് കൊടുത്തു. തുടർന്ന് താഴെ കാണുന്ന മൂവ് ടു വോൾട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ ആ ഒരു ഫോൾഡറിലേക്ക് എത്തും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൾ ഫോട്ടോസ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും മുകളിൽ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് ഒറ്റയടിക്ക് അവർ ആപ്ലിക്കേഷനകത്തേക്ക് പോകും. ഞാനിപ്പോൾ ആ ഒരു ഫോട്ടോ മാത്രം സെലക്ട് ചെയ്ത് മൂവ് ടു വോൾട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. എൻക്രിപ്ഷൻ, ഹിഡൻ എന്നുള്ള ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. നിങ്ങൾക്ക് ഹിഡൻ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം, എൻക്രിപ്ഷൻ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. തൽക്കാലം ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്പം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ അകത്താണ് ഇപ്പോൾ ഒരു ഫോട്ടോ കാണുന്നത്. പിക്ചേഴ്സ് എന്ന് കാണുന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ആ ഫോട്ടോ ഇവിടെ കാണുന്നുണ്ട്. ഇത് ഇവിടുന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ നമ്മുടെ ഗാലറിയിലേക്ക് തന്നെ തിരിച്ചു പോകണമെങ്കിൽ ഇവിടെ ഈ ഫോട്ടോയുടെ ഏറ്റവും മുകളിൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അൺഹൈഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഒറിജിനൽ ഇതിലേക്ക് തന്നെ, ഒറിജിനൽ ആ ഒരു സ്ഥലത്തേക്ക് തന്നെ വീണ്ടും ആ ഒരു ഫോട്ടോ നമുക്ക് തിരിച്ചയക്കാനും സാധിക്കും. നമ്മുടെ ഗാലറിയിലേക്ക് തന്നെ തിരിച്ചയക്കാനും സാധിക്കും. അപ്പോൾ ഇതുപോലെ ഫോട്ടോ വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം, ഫയൽസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ താഴെ കാണുന്ന ഭാഗത്തുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ്, ഓഡിയോസ്, ഫയലുകൾ, പിക്ചറുകൾ, വീഡിയോസുകൾ മാത്രമല്ല നിങ്ങൾക്ക് ഫോട്ടോകൾ ഡയറക്റ്റ് എടുക്കുന്ന, ഇൻസ്റ്റൻ്റായി എടുക്കുന്ന ഫോട്ടോകൾ വരെ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും. ഇത്തരത്തിൽ ഫോട്ടോ, വീഡിയോ ഒക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഓരോ കാറ്റഗറി ഭാഗത്ത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അത്തരത്തിൽ ഫോട്ടോകൾ സൂക്ഷിക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ടൂർ പോയി കഴിഞ്ഞാൽ ആ ടൂറിനകത്തുള്ള ഫോട്ടോകൾ പ്രത്യേകം നിങ്ങൾക്ക് ഫോൾഡറിൽ സൂക്ഷിക്കാൻ സാധിക്കും. ഏറ്റവും മുകളിൽ ഫോൾഡർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ഫോൾഡർ എന്തെങ്കിലും ഒരു പേര് നൽകുക. എന്നതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫോൾഡർ ഇവിടെ ഓപ്പൺ ആയി വരും. ആ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. താഴെ ഭാഗത്തുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും.
വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആരും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല. നമ്മുടെ ഈ ഒരു കാൽക്കുലേറ്ററാണ് കാണാൻ സാധിക്കുക. നമുക്ക് ഈ കാൽക്കുലേറ്ററിൽ പ്രത്യേകം നമ്മൾ നൽകിയിരിക്കുന്ന പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്താലാണ് ഈ ഒരു ആപ്ലിക്കേഷനകത്തേക്ക് നമുക്ക് ഓപ്പൺ ആയി വരാം. അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ടിപ്സ് വളരെ ഉപയോഗപ്രദമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.